എന്താ കേട്ടാ പരിപാടി സെറ്റായാ? ഓ റെഡി. അപ്പൊ നമ്മള് ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നല്ല ജൂലിയായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ് കേട്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലായിട്ടുള്ള മാരിനേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനം എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയൊരു സബോള, ചെറിയ 2 തക്കാളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ മിക്സിങ് ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം കൂടി അടിപൊളിയായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, അല്പം മല്ലിപ്പൊടി വേണം, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ചാട്ട് മസാല, കുറച്ച് തൈര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ചെറുനാരങ്ങ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല ശരിക്കും നമുക്ക് അൽഫാം ചിക്കൻ ചൂടാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് മാത്രമല്ല, അൽഫാം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം. അടിപൊളി മസാലയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കൊരു ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും ഷവർമ കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഷവർമ കടയിൽ പോയി വാങ്ങണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടി മസാലയൊക്കെ പിടിച്ച് സെറ്റാവും. നമ്മുടെ ചിക്കനൊക്കെ നല്ല മസാല പിടിച്ച് റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഗ്രില്ലാനുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി അതിലോട്ട് ചിക്കൻ കുറച്ചായി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൊമാലി മേടിച്ചിട്ടില്ല, അപ്പോൾ അതിന് പകരം റൊമാലി ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മൈദമാവ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഓയിലും ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റൊമാലി ഷീറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. റൊമാലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഏകദേശം റൊമാലി ആവും. നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി, എളുപ്പപ്പണി. അതിങ്ങനെ ചെറിയൊരു ബോളാക്കിയിട്ടുണ്ട്, അതിങ്ങനെ ചെറുതായി നൈസായിട്ട് പരത്തി കൊടുക്കുക. നമ്മൾ വീട്ടിലായതുകൊണ്ട് ഇപ്പോൾ റൊമാലി ചട്ടിയോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ നല്ല നൈസായിട്ട് പരത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ചുട്ടുന്ന കല്ലിൽ തന്നെ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ എനിക്ക് റൊമാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നമ്മുടെ ഷീറ്റ് ചുടാനുള്ള കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഷീറ്റ് ചുട്ടെടുക്കാം. എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇടുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം, അപ്പോഴേ നല്ല പൊള്ളി വരുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി റൊമാലി റെഡി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നു, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയായി. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇനി ഷവർമ റോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷീറ്റ് എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല, ഫുൾ മീറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്.
ടോപ്പിൽ കുറച്ചുകൂടി മൈനസ് ഇട്ട് കൊടുക്കണം. ഇവിടെ എല്ലാവർക്കും മയോണൈസ് എത്ര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും, ഒരു സൈഡ് ഇങ്ങോട്ടാക്കി രണ്ട് സൈഡും ആക്കിയിട്ട് റോൾ ചെയ്യണം. അപ്പോൾ ഷവർമ റെഡി. ഇനി ജസ്റ്റ് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ തവൻ്റെ മേലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഷവർമ കട്ട് ചെയ്യണം. നമ്മുടെ ക്രീമിയായ ഷവർമ റെഡി.